ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഞണ്ട് ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സൊന്നും കണ്ട് ആരും പേടിക്കേണ്ട. കാരണം നന്ദുരിക്ക് കഞ്ഞി കൊടുത്തിട്ടുള്ള കോലമാണ് കേട്ടോ ഇത്. അപ്പോൾ അവൾ കഞ്ഞി കൊടുത്ത് ജസ്റ്റ് ഉറക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വേഗം അവൾ ഉറങ്ങുന്ന സമയത്ത് ഞണ്ട് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോകാൻ. ആദ്യമൊന്നും എനിക്ക് ഞണ്ട് ക്ലീൻ ചെയ്യാനും കട്ട് ചെയ്യാനും ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ അത് ചെയ്ത് ഞാനത് പഠിച്ച് ഇപ്പം നല്ല എക്സ്പേർട്ട് ആട്ടോ ചെയ്യാനൊക്കെ. അപ്പോൾ അത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം കയ്യോടെ തന്നെ അത് കറിയാക്കി സെറ്റാക്കി കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് നമുക്ക് ദോശയും മസാലയാണ്. ഞാൻ മസാല ദോശ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. പിന്നെ മസാല വേറെ ദോശ വേറെ അങ്ങനെയായിപ്പോയി. എന്തായാലും കഴിച്ചാൽ പോരാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബാങ്കിൽ പോകട്ടെ. എനിക്കിന്ന് ബാങ്കിൽ പോയിട്ട് 1-2 കാര്യങ്ങളുണ്ട്. അപ്പം ഞാനും ചാരൂട്ടിയും കൂടിയാണ് പോകുന്നത്. ഒരു 12:30 ആയിട്ട് ആകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്ഥിരം പോകുന്ന വഴി മാറ്റി പിടിച്ച് വേറെ വഴി കൂടിയാണ് പോകുന്നത്. ഇതിലൂടെ ആകുമ്പോൾ അത്ര വെയിലൊന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സമാധാനത്തിൽ ഇങ്ങനെ പോകട്ടെ. വണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചാരൂട്ടിലുണ്ടെങ്കിൽ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് പോരുമെന്ന് വെച്ചിട്ട് അവളെയും കൂട്ടിയത്. ഇതാട്ടോ നമ്മുടെ നാട്. നല്ല അടിപൊളി എന്താ പറയുക, ഫുള്ളും പുഴയൊക്കെ ആയിട്ടാണ്. ഇതിലൂടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒറ്റയ്ക്ക് പോകാൻ കുറച്ച് പേടിയാണ്. അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇതിലൂടെ ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ബസ്സിലാട്ടോ പോകുന്നത്. കുറേ ആയി ഞാനും ചാരൂട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട്. ആദ്യമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമായിട്ട് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ ബാങ്കിലൊക്കെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി നോക്കുമ്പോൾ നന്ദുട്ടി ഇതവിടെ നല്ല കളിയാട്ടോ. ഇപ്പോൾ എപ്പോഴും അവളുടെ കൂടെ ആരെങ്കിലും വേണം കേട്ടോ. കാരണം നല്ല രീതിയിൽ ഇങ്ങനെ ഓടിക്കളിക്കും. ഓടിക്കളിച്ച് പറഞ്ഞാൽ മുട്ടിട്ട് എഴുതി കേട്ടോ. ഒരു സ്ഥലത്ത് വെച്ചാൽ ഇരിക്കില്ല. എല്ലായിടത്തും ഇങ്ങനെ മുട്ടിട്ട് എഴുതിയെടുക്കുക. പിന്നെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കയറി പിടിച്ച് നിൽക്കുക. ഇപ്പം പിടിച്ച് നിൽക്കും. അതേപോലെ 1-2 സെക്കൻഡൊക്കെ നമ്മൾ സപ്പോർട്ടില്ലാണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാണ് അവളുടെ ഇപ്പോൾ സ്ഥിരം പരിപാടി. ഇവിടെയൊക്കെ കയറി നടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.